പൊതുവേദിയിലായാലും അഭിമുഖത്തിലായാലും ഇനി സിനിമയിലാണെങ്കിലും അതിവിനയം വാരിക്കോരി പ്രകടമാക്കുന്ന ഒരാളാണ് നടൻ ജയറാം. സ്റ്റേജിലും ഇന്റർവ്യൂകളിലുമൊക്കെ പഴയ മിമിക്രി കാലം മുതലുള്ള പല കഥകളും ജയറാം നന്നായി പറയാറുമുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞതിലൂടെ വീണ്ടും എയറിലായിരിക്കുകയാണ് ജയറാം. മലയാളത്തിലെ സൂപ്പർ താരങ്ങളടക്കം എല്ലാ താരങ്ങളും ഒരുമിച്ച് അഭിനയിച്ച 2020 എന്ന സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ചുള്ള ജയറാമിന്റെ വാക്കുകളാണ് വൈറലാകുന്നത്. ക്ലൈമാക്സിൽ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ് എന്നിവർ ഒരുമിച്ച് നടന്നു വരുന്ന ഒരു ഷോട്ടുണ്ട്. എന്നാൽ ആ കഥയിലെ അഞ്ചാമനായ ജയറാം മാത്രം അതിലില്ല. അതിന്റെ കാരണം ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജയറാം പറയുന്നു. ജോഷി സാറാണ് സംവിധാനം. ക്ലൈമാക്സിലെ ഫൈറ്റാണ്. എന്റെ ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അവസാനം ഈ 5 പേരും ഒരുമിച്ച് നടന്നു വരുന്നത് മാത്രമാണ് ബാക്കിയുള്ളത്. അതിന്റെ ഷൂട്ടിനായി 2 ദിവസം നിൽക്കാനും പറഞ്ഞു. ദീപാവലി സമയമാണ്. ദീപാവലിക്ക് ചെന്നൈയിലെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. നിനക്ക് ദീപാവലിയാണോ വലുത്, അവസാനം 5 പേരും ഒരുമിച്ച് വരുന്നതാണോ വലുത് എന്ന് ചോദിച്ചു. ഒന്ന് ആലോചിച്ച ശേഷം ഞാൻ പറഞ്ഞു ദീപാവലിയാണ് വലുത് എന്ന്. എന്നാൽ പോവെന്ന് ജോഷിയും പറഞ്ഞു. ഇതാണ് ജയറാമിന്റെ കഥ. ഇത് പറയുന്നത് തമിഴ്നാട്ടിലെ ചാനലിനോടാണ്. എന്നാൽ ഇതേ രംഗത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാളം ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജയറാം പറഞ്ഞത് മറ്റൊന്നാണ്. അന്ന് ജയറാം പറഞ്ഞത് തനിക്ക് ശബരിമലയിൽ പോകാനുണ്ടായിരുന്നു എന്നാണ്. ജോഷ് സാറിനോട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ സീനൊക്കെ കഴിഞ്ഞു എന്ന്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യ്, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി വൈകുന്നേരമായിട്ടും എടുക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ ഇത് എടുക്കാൻ പറഞ്ഞു, എന്നിട്ടും നടന്നില്ല. വാസ്തവത്തിൽ എനിക്ക് അന്ന് ശബരിമലയ്ക്ക് പോകണം. അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്നതാണോ ഏതാണ് വലുത് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ശബരിമലയാണ് വലുതെന്ന് തോന്നി. ഇതാണ് മലയാളികളോട് ജയറാം പറയുന്നത്. ഈ 2 വീഡിയോകളും ചേർത്ത് വെച്ച് ജയറാമിനെ ട്രോളുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ശരിക്കും എന്തിനാണ് ജയറാമേട്ടൻ പുതിയ ഇന്റർവ്യൂകളിൽ വന്നിരുന്ന് കള്ളം പറയുന്നത്? പച്ചത്തമിഴന്മാരെ സോപ്പിടാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. തമിഴന്മാരെ സന്തോഷിപ്പിക്കാൻ ഇതിൽ കൂടുതലും വേണ്ട എന്നയാൾക്ക് ഉറപ്പുണ്ട്. ഇതേപോലെ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം പുള്ളി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇനി നാളെ ഒരു തെലുങ്ക് ഇന്റർവ്യൂവിൽ ഇതേ ചോദ്യം വന്നാൽ ഉഗാദി ആഘോഷിക്കാൻ പോയതായിരുന്നു എന്നും കൂടി ഇദ്ദേഹം പറയുമോ എന്നാണ് പേടി എന്നിങ്ങനെയാണ് കമന്റുകൾ. ഗൾഫിൽ വെച്ചാണ് ഈ ഇന്റർവ്യൂ കൊടുത്തതെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോയെന്ന് പറയാനും ജയറാമേട്ടൻ മടിക്കില്ല എന്നും ചിലർ പറയുന്നു. അശ്രദ്ധമായി അല്ലെങ്കിൽ ആലോചിക്കാതെ പറയുന്ന ഒരു വാക്കോ വാചകമോ അപ്പോൾ ചർച്ചയായില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അത് തീർച്ചയായും കുത്തിപ്പൊക്കി കൊണ്ടുവരും. എന്നാൽ ഇത് അബദ്ധമല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കേരളത്തിൽ ശബരിമലയ്ക്ക് പോകാൻ എന്ന കാരണം പറയുന്ന ഇയാൾ തമിഴ്നാട്ടിൽ പറയുന്നത് ദീപാവലി ആഘോഷിക്കാൻ പോയി എന്നാണ്. ചില സ്റ്റേജ് ഷോകളിലും ഇന്റർവ്യൂകളിലും മറ്റും വന്നിരുന്ന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഇയാൾ ഒരു കാരണവുമില്ലാതെ പുകഴ്ത്തുന്നതും കാണാം. അതൊക്കെ ഒരു കപട മനോഭാവത്തിന്റെ ലക്ഷണമാണ്. 500 രൂപ മേടിച്ച് 5000 രൂപയുടെ അഭിനയം കാഴ്ചവെക്കാനും ജയറാം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ജയറാം എന്ന ഈ നടൻ 80കളുടെ 90കളുടെ നടനാണ്. അദ്ദേഹം വളരെ കൃത്യമായി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ അതിവിനയം ഒലിക്കുന്ന ഇയാളുടെ വാക്കുകൾ മലയാളികൾ ഇപ്പോൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ കാര്യം പോലും ഇദ്ദേഹത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല.